ഞാൻ സ്വപ്നത്തിലാണ് വിചാരിച്ചിട്ടുണ്ടായത് അതൊക്കെ നടക്കാവോ ദൈവമേ, എനിക്ക് സാധിക്കാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ച കാര്യം. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊരു കാര്യം മനസ്സിൽ അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിൽ നമുക്കത് നടക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആവണം, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ അത്രമേൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നായാലും കുറെ സമയം എടുത്താലും നമുക്ക് നടന്നു കിട്ടും. അതെനിക്ക് നല്ല ബോധ്യമായിട്ടാണ്. കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച് എന്താ പറയാ, ഒരു ദിവസം എനിക്കും അങ്ങനെ ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ. നടന്നിട്ടില്ല. അപ്പോൾ നടക്കുന്നതിന്റെ ഒരുക്കത്തിലാണ് ഞാൻ. ഈ വരുന്ന ഏപ്രിൽ 4, 5 നമ്മുടെ തൃശ്ശൂർ QBG ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്കും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ. അപ്പൊ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ക്ലോത്ത് ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്രാൻഡ് ഞാൻ അതിൽ ലേബൽ ചെയ്തിട്ടില്ല. കാരണം നമുക്കൊരു ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതെൻ്റെ ഒരു വലിയൊരു മോഹമാണ് അല്ലെ. നമ്മളൊരു സ്വപ്ന സാക്ഷാത്കാരാവട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ മലയോളം ആഗ്രഹിച്ചാലാണ് നമുക്ക് കുഞ്ഞുകുരുവോളെങ്കിലും കിട്ടണം. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് അങ്ങനെയൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യുന്നല്ലാണ്ട് നമ്മളങ്ങനെ ബ്രാൻഡ് നെയിം ലേബൽ ചെയ്തിട്ടില്ല മെറ്റീരിയലിന്. അപ്പോൾ സൈസൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈസൊക്കെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കാര്യം പറയാൻ മറന്നുപോയി, 4, 5 ഈസ്റ്റർ ആണ്. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്നാണ് എക്സ്പോ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ കേട്ടോ, സപ്പോർട്ട് ചെയ്തോളാം. പിന്നെ നല്ല രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, കണ്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ എക്സിബിഷനൊക്കെ പോവല് കുറവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സിബിഷനൊക്കെ പോയി ഒന്ന് കണ്ടു വരേണ്ടതായിരുന്നു. പക്ഷെ അതിനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് പോവാണ്. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ലെവൽ ബെസ്റ്റിലുള്ള പ്രൊഡക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അത്രയ്ക്ക് ഇപ്പോഴത്തെ ഒരു കൺമുൻപിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. 2 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടാ. ഇതൊക്കെ ഞാൻ മറ്റേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, സാനിറ്ററി പാഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് പിന്നെ ഇത് നോർമൽ പൗച്ചസ് ആണ്, സിബുള്ളത്. നമുക്ക് ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പൗച്ചിട്ടാ. പിന്നെ ഇതും അങ്ങനത്തെ പൗച്ചാണ്. പിന്നെ ലേസൊക്കെ വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടൊരു പൗച്ച്. പിന്നെ ഇത് പിന്നെന്താ, പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് മാസ്ക് കുറച്ചും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ പൗച്ചസ് സിബ് വെച്ചിട്ട്. പിന്നെ ഇങ്ങനെ സിബ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ക്യാരി ചെയ്യാനായിട്ട് ഐറ്റംസ്. ഇതാണ് കേട്ടാ. ഇതിന്റെ ഉള്ളിലും ഒരു ചെറിയ പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടാ, സിബ് വെച്ചിട്ട്. ചെറിയൊരു ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൊടയും വെള്ളം കുപ്പിയും അങ്ങനെയൊക്കെ വെക്കാം. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇതാണ് കേട്ടാ, ഇതിന്റെ ഉള്ളിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴേ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു പൗച്ചിലാക്കി നമ്മൾ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതിലാണ് വെച്ചേക്കണേ അപ്പൊ അത് എടുക്കാം, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രാവൽ പൗച്ചാണ് കേട്ടത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗ്.
പിന്നെ ഇതിൻ്റെ ഉള്ളിലും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിന്നെ ഈ ഒരു ബാഗ്. സിബ് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഇത്രയ്ക്കാണ് കേട്ടാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലോത്ത് ഐറ്റംസ് കൊണ്ടുപോകാനുണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്കിലാണ് ഞാൻ. ഇത് മാത്രം കൊണ്ടുപോയാൽ പോരാ, നമുക്ക് 2 ദിവസം ഉണ്ട്. പിന്നെ കുറച്ച് ഡ്രസ് ഐറ്റംസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടാ. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ബേബി സോഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആണ് കേട്ടാ. ഇവിടെ ക്രോഷ്യോ ലേസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ കോളർ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഷോൾ കോളർ എന്നാണ് ഇതിനെ പറയാ. സൈസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെൽ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കണം കേട്ടോ. കോളർ ചൈനീസ് കോളറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയ്ക്കാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും കുറച്ചധികം സ്റ്റിച്ച് ചെയ്ത് വെക്കാനുണ്ട്. കുറെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലെ രാത്രി ഇരുന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. അതിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് പോവാണ്ടിരിക്കാൻ ഏതൊക്കെ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കണെന്ന് അറിയാനായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രോക്ക് നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ തിരക്കിലാണ് ഈ ഒരു മാസം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കാരണം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.